അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് മംഗലംകളി അവതരിപ്പിക്കുന്ന കുട്ടികൾ സബ് ജില്ലയിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ കുട്ടികളാണ് ഇവരെല്ലാവരും. അപ്പോൾ ഇവർ നമുക്ക് വേണ്ടി ഇവിടെ മംഗലംകളി പാടി. ഹായ് ഫ്രണ്ട്സ്, നമുക്ക് 3 നാടൻ കലാകാരന്മാരെ പരിചയപ്പെടാം. അവർ നമുക്ക് തുടിയൊക്കെ കൊട്ടി പാട്ടൊക്കെ പാടി ഇപ്പം നമുക്കിവിടെ അവതരിപ്പിച്ച് തരുന്നതായിരിക്കും. നമുക്കതൊന്ന് ഇവരെ പരിചയപ്പെട്ടതിന് ശേഷം നമുക്കിതൊക്കെ ഒന്ന് കേൾക്കാം. എൻ്റെ പേര് അനന്തു കൃഷ്ണ, ഞാൻ പഠിക്കുകയാണ് കമ്പലൂർ. എൻ്റെ പേര് അഭിജിത്ത് സന്തോഷ്, ഞാൻ കമ്പലൂർ +1 വിദ്യാർത്ഥിയാണ്. ഹായ്. ഹായ്, നമസ്കാരം. എൻ്റെ പേര് പ്രവീൺ കുമാർ, ഞാൻ അധ്യാപകനാണ്. പ്രവീൺ പൂങ്ങോട് എന്നറിയപ്പെടുന്ന അധ്യാപകൻ മൺമറഞ്ഞു പോയ നാടൻ കലാരൂപങ്ങളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും അവരെ ഉയർന്ന തലങ്ങളിലേക്ക് എത്തിക്കുവാനും ഇദ്ദേഹത്തിന് സാധിച്ചു. ഇദ്ദേഹത്തിൻ്റെ കഴിവുകളെ തേടിയെത്തിയത് കലാഭൻ മണി ഫൗണ്ടേഷൻ 2025-26 വർഷത്തെ ഓടപ്പഴം പുരസ്കാരത്തിനും ഇദ്ദേഹം അർഹനായി. തൃശ്ശൂരിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇദ്ദേഹം ഏറ്റുവാങ്ങുകയും ചെയ്തു. ഇന്നത്തെ പുതിയ തലമുറ മംഗലംകളി എന്ന നാടൻ കലാരൂപത്തെ മറന്നിരിക്കുന്ന സമയത്ത് സ്കൂൾ മുറികളിൽ നിന്നും കുറച്ച് കുട്ടികൾ സബ് ജില്ല വരെ എത്തുവാനും എ ഗ്രേഡ് വരെ കരസ്ഥമാക്കുവാനും സാധിച്ചു. മംഗലംകളി എന്ന കലാരൂപത്തെക്കുറിച്ചാവട്ടെ ഇന്നത്തെ ഈ വീഡിയോ. നമ്മുടെ കാസർഗോഡ് കണ്ണൂർ ജില്ലയിലെ മാവിലൻ മലവോട്ട സമുദായത്തിൻ്റെ മംഗലംകളിയാണ്. നമ്മൾ മാവിലൻ സമുദായക്കാരാണ്. അപ്പോൾ നമ്മളുടെ ആഘോഷങ്ങളെല്ലാം വെച്ചാൽ വിവാഹ ആഘോഷങ്ങളും അതുപോലെ തന്നെ കാതുകുത്ത്, തിരുണ്ടുമംഗലം, പൊങ്ങൻമംഗലം എന്നീ ചടങ്ങുകളിലാണ് സാധാരണയായി മംഗലംകളി കളിക്കാറുള്ളത്. ഈ മക്കളൊക്കെ കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ സബ് ജില്ലയിൽ മംഗലംകളി അവതരിപ്പിച്ച കുട്ടികളാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവാം. മഞ്ഞുമല മുത്തുമല കേറിയിറങ്ങി, നല്ല നല്ല വള്ളികളോ വെട്ടിയൊതുക്കി. മഞ്ഞുമല മുത്തുമല കേറിയിറങ്ങി, നല്ല നല്ല വള്ളികളോ വെട്ടിയൊതുക്കി. ചന്തത്തിൻ ചേലുള്ള കൊട്ടകൾ നെയ്ത് ചന്തയിൽ കൊണ്ടുപോകും, എൻ്റമ്മ എന്നെയും കൊണ്ടുപോകും. ചന്തത്തിൻ ചേലുള്ള കൊട്ടകൾ നെയ്ത് ചന്തയിൽ കൊണ്ടുപോകും, എൻ്റമ്മ എന്നെയും കൊണ്ടുപോകും. തയ്യൂരിലെ കുഞ്ഞു വല്യമ്മ, വള്ളി വെട്ടും കുഞ്ഞു വല്യമ്മ, നിങ്ങളെൻ്റെ അമ്മയെ കണ്ടോ നേ, ഈ വഴിയെ പോകണ കണ്ടോ നേ. നേരം നേരെ വെളുക്കുമ്പോൾ കത്തിയുമെടലും എടുത്ത് തെക്കോട്ട് പോകണ കണ്ടു ഞാൻ, വള്ളി വെട്ടാനാണെന്ന് തോന്നുന്നു. കാലം പോയ പോക്ക് കണ്ടോടേ പെണ്ണാളെ, കാലം പോയ പോക്ക് കണ്ടോടേ, കാലം പോയ പോക്ക് കണ്ടോടേ പെണ്ണാളെ, കാലം പോയ പോക്ക് കണ്ടോടേ. ഇടിവെട്ടി മഴ പെയ്യണ നേരത്ത് തുടി കൊട്ടി മാനം തുള്ളുന്നു, ഇടിവെട്ടി മഴ പെയ്യണ നേരത്ത് തുടി കൊട്ടി മാനം തുള്ളുന്നു. കൂരയുടെ മൂല കുലുങ്ങണടേ പെണ്ണാളെ, കൂരയുടെ മൂല കുലുങ്ങണടേ, കൂരയുടെ മൂല കുലുങ്ങണടേ. തീപ്പെട്ടി തായന്റെ കാർത്തു മണ്ണെണ്ണ കൂടൊന്നു കത്തിക്കാൻ, അന്തിക്ക് അത്താഴമുണ്ടിട്ടുറങ്ങണ മക്കളെ നോക്കണ്ടേ. കൂരയുടെ മൂല കുലുങ്ങണ നേരത്ത് കൂരിരുട്ടായുള്ളോ തമ്പ്രാനെ, കൂരയുടെ മൂല കുലുങ്ങണ നേരത്ത് കൂരിരുട്ടായുള്ളോ തമ്പ്രാനെ, കൂരയുടെ മൂല. മാവിലൻ മലവോട്ട സമുദായക്കാരാണ് മംഗലംകളി സാധാരണ കളിക്കാറുള്ളത്. അത് കല്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ സാധാരണ ഈ നമ്മളെ ആൾക്കാർ, പഴയ ആൾക്കാരൊക്കെ പഴയ കാലത്ത് കളിച്ചുകൊണ്ടിരുന്നത്. അത് ഇപ്പം കാതുകുത്ത്, അതുപോലെ തിരുണ്ടുമംഗലം, അങ്ങനെ പൊങ്ങൻമംഗലം, അങ്ങനെ ഒരു ചടങ്ങുകളിൽ ഇത് കളിക്കാറുണ്ട്. 2 സമുദായമുണ്ട്. മാവിലൻ സമുദായത്തിൻ്റെ പാട്ടുകളും മലവോട്ട സമുദായത്തിൻ്റെ പാട്ടുകളും വ്യത്യസ്തമാണ്. അത് കൊട്ടും വ്യത്യസ്തമാണ്, ചുവടുകളും വ്യത്യസ്തമാണ്. ഈ കഴിഞ്ഞ വർഷമാണ് സംസ്ഥാന കലോത്സവത്തിൽ മംഗലംകളിയൊക്കെ 5 ഗോത്രകലകളിൽ മംഗലംകളി ഉൾപ്പെടുത്തിയത്. നമ്മളതിൻ്റെ പിന്നണിയിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് പരിശീലിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ അനിയന്മാരാണെങ്കിൽ പോലും തന്നെ ഇവർ കഴിഞ്ഞ വർഷം ആദ്യമായിട്ടാണ് ഇതിലേക്ക് കടന്നു വന്നത്. അപ്പോൾ മികച്ച പ്രകടനത്തോടെ എ ഗ്രേഡിലേക്കൊക്കെ കുട്ടികൾക്ക് വരാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ജഡ്ജ്മെൻറ്റും ഭാഗമായൊക്കെ പോകാറുണ്ട്, മറ്റ് ജില്ലകളിൽ പോയി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മംഗലംകളിയെ കുറിച്ചിട്ട് ആ 2
മലബോട്ട് സമുദായത്തിൻ്റെ 2-3 പാട്ടുകൾ ഉൾച്ചേർത്തുകൊണ്ട് നമുക്ക് പാടാം. ബാക്കി ഓ ലേ ലാ ലേ ലലാ ഓ ലേ ലലാ 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 ഏനൊഞ്ച് തൈ നടുതേ കടല് പൂമറോ ഏനൊഞ്ച് തൈ നടുതേ കടല് പൂമരം ഓ ലേ ലാ ലേ ലലാ ഓ ലേ ലലാ ഓ ലേ ലാ ലേ ലലാ ഓ ലേ ലലാ ഒഞ്ചു മൂടി തണ്ണി വയത്തുണ്ട് കുഞ്ഞടി വങ്കടിയോ ഒഞ്ചു ചപ്പ് വിരിയുണ്ട് കടല് പൂമരം ഓ ലേ ലാ ലേ ലലാ ഓ ലേ ലലാ ഓ ലേ ലാ ലേ ലലാ ഓ ലേ ലലാ കാട് മൂടി തണ്ണി മയത്തുണ്ട് കുഞ്ഞടി വങ്കടിയോ കാട് ചപ്പ് വിരിയുണ്ട് കടല് പൂമരം ഓ ലേ ലാ ലേ ലലാ ഓ ലേ ലലാ ഓ ലേ ലാ ലേ ലലാ ഓ ലേ ലലാ മൂജു മൂടി തണ്ണി മയത്തുണ്ട് കുഞ്ഞടി വങ്കടിയോ മൂജു ചപ്പ് വിരിയുണ്ട് കടല് പൂമരം ഓ ലേ ലാ ലേ ലലാ ഓ ലേ ലലാ ഓ ലേ ലാ ലേ ലലാ ഓ ലേ ലലാ ഒന്നാനാം ചെക്കി ചെക്കി ചെറുമുണ്ടുടുത്ത് ചേലയും ചുട്ടി മാലയും കെട്ടി കോലത്തെ നാട്ടിൽ പോരുമ്പോൾ ചേലയ്ക്കും മാലയ്ക്കും ചേറുവെള്ളം തെറുപ്പിക്കല്ലേ കുഞ്ഞു മണവാട്ടി പെണ്ണേ ഒന്നാനാം ചെക്കി ചെക്കി ചെറുമുണ്ടുടുത്ത് ചേലയും ചുട്ടി മാലയും കെട്ടി കോലത്തെ നാട്ടിൽ പോരുമ്പോൾ ചേലയ്ക്കും മാലയ്ക്കും ചേറുവെള്ളം തെറുപ്പിക്കല്ലേ കുഞ്ഞു മണവാട്ടി പെണ്ണേ രണ്ടാനാം ചെക്കി ചെക്കി ചെറുമുണ്ടുടുത്ത് ചേലയും ചുറ്റി മാലയും കെട്ടി കോടത്തെ നാട്ടിൽ പോരുമ്പോൾ ചേലയ്ക്കും മാലയ്ക്കും ചേറുവെള്ളം തെറിപ്പിക്കല്ലേ കുഞ്ഞു മണവാട്ടി പെണ്ണേ രണ്ടാനാ ചെക്കി ചെക്കി ചെറുമുണ്ടുടുത്ത്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മണിച്ചേട്ടന്റെ ഒരു പാട്ട് പാടാമോ? ഓ ഒരുപാട് സന്തോഷം. കാരണം മണിച്ചേട്ടന്റെ നാടൻ പാട്ട് എന്ന് പറയുമ്പോൾ മണിച്ചേട്ടനാണല്ലോ. അപ്പൊ മണിച്ചേട്ടന്റെ ഒരു പാട്ട് പാടാം. മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ വെട്ടം കളയരുതേ മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ വെട്ടം കളയരുതേ നിഴല് പോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നിഴല് മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടെ. നമ്മൾ ഒരു മംഗലകളി ചെറിയൊരു നമ്മളെ ഈർത്ത കുട്ടികളെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ സബ് ജില്ലയിൽ കളിച്ചത്. ആ കുട്ടികളെ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് വിഷ്വൽ ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് മംഗലം കളി അവതരിപ്പിക്കുന്ന കുട്ടികൾ സബ് ജില്ലയിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ കുട്ടികളാണ് ഇവരെല്ലാവരും. അപ്പൊ ഇവര് നമുക്ക് വേണ്ടി ഇവിടെ മംഗലം കളി പാടി അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പം നമുക്കിനി ഇതൊക്കെ ഒന്ന് കാണാം. എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം. എല്ലാരും റെഡിയല്ലേ? ഓക്കെ. आजो आजो ले 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 ला जो माइल जिक्के ले उल्ले लप गया कमर गबरगा ആധികം വർഗ വർഗ പുരുളി ലന്തകം വർഗ വർഗ നമ്മുടെ തമ്പുരാനെ പുരുളി മുത്തൈ തമ്പുരാനെ നമ്മുടെ തമ്പുരാനെ വർഗ വർഗ ആധികം വർഗ വർഗ പുരുളി വർഗ വർഗ നമ്മുടെ തമ്പുരാനെ പുരുളി ഏതൊരു തമ്പുരാനെ വെള്ളപ്പുമലേ പുരുളിയിലെ കുരിക്കുമുണ്ടേ കൂമ 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 മേലാഞ്ചേരി കൂമ കുമ കുമ കുമേതാവെന്നീനെ അടുപ്പിച്ചു തന്നില്ല കുമാ കുമ കുമ കുമേലാഞ്ചേരി കുലേ ബംഗാനത്ത മറട്ടുണ്ട് കേഊർ കുടുപ്പാള് ബംഗാനത്ത മറട്ടുണ്ട് കേഊർ കുടുപ്പാള് ഏവഞ്ചി മറക്കറുക ചുച്ചുകുണ്ട പാവൂർ കുടുപ്പാള് ഏവഞ്ചി മറട്ടുണ്ട് കേഊർ കുടുപ്പാള്
കായ പൊഞ്ചി മരട്ടുണ്ട് കേവേ എണ്ണയ മഞ്ചള കൊണ്ട് മരടുക്ക് മാണി നങ്കருக்கு എണ്ണയ മഞ്ചള കൊണ്ട് മരടുകളുള്ളേര് എള്ളുള്ളേര് മാണി നങ്കരേ ആ എള്ളുള്ളേര് മാണി നമ്മുടെ മംഗലം കളി അവതരിപ്പിച്ച കുട്ടികളെ പാരന്റ്സ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് അവരുടെ അടുത്ത് നിന്ന് ചോദിച്ചു നോക്കാം കുട്ടികളൊക്കെ എങ്ങനെ ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മള് ഇവിടെ പഠനമുറിന്റെ ഭാഗമായിട്ട് കുറെ പിള്ളേരെ കളിപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാല് പഠനമുറിയില് മുമ്പ് ഒരു ഇതുണ്ടായി, പഠനമുറി കലോത്സവം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ കലോത്സവത്തിന് നമ്മൾ ഈ പ്രവീൺ തന്നെയാണ് പഠിപ്പിച്ചതും അവർക്ക് ഫസ്റ്റ് മേടിച്ചു കൊടുത്തതും പ്രവീൺ തന്നെയാണ്. ആൺപിള്ളേരായാലും ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും മികച്ച രീതിയിൽ തന്നെ ഇവര് നല്ല എത്തുന്ന രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മ എല്ലാ കാര്യത്തിനും അവരുടെ കൂടെ തന്നെ നിൽക്കുകയും. പഠനത്തിന്റെ കൂടെ കുട്ടികൾക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായും പറ്റുന്നുണ്ട്. അവര് അതിന് സമയം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. വൈകുന്നേരങ്ങളിലാണെങ്കിൽ അങ്ങനെയും ഇവര് സമയം കണ്ടെത്തി അതിന് പ്രാക്ടീസ് കൊടുക്കാൻ എല്ലാം ചെയ്യുന്നുണ്ട്. കുറെ വേദികളൊക്കെ കുട്ടികൾക്ക് ലഭിച്ചിരുന്നോ? തീർച്ചയായും കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും പോയിട്ടുണ്ട്, ഈ വർഷവും പോയി. ചെറിയ കുട്ടികൾ വളർന്നു വരുന്നുണ്ട്. അവർക്കും ഈ ചെറിയ കുട്ടികൾ എന്ന് വെച്ചാൽ അവർ ഇതുവരെ കളിച്ചിട്ട് അങ്ങനെയല്ല, മുമ്പ് കഴിഞ്ഞ വർഷം കളിച്ച കുട്ടികളാണ് അവർക്ക് ഇതുവരെ പ്രാക്ടീസ് ഇല്ല, എന്നാലും അവരെ ഓർത്തെടുത്ത് കളിക്കുന്നുണ്ട്. അങ്ങനെ അപ്പൊ നമ്മളെ പ്രവീൺ ബ്രോന്റെ അമ്മമ്മയുണ്ട്. അപ്പം അമ്മമ്മയും പണ്ട് കാലങ്ങളിലെ ഇത് കളിച്ചുകൊണ്ടിരുന്നാണെന്നാ പറയുന്നത്. അപ്പം അമ്മമ്മേന്റെ അനുഭവങ്ങളും നമുക്കൊന്ന് അമ്മമ്മയോട് ചോദിക്കാം. അമ്മമ്മേ, അപ്പം അമ്മമ്മ പണ്ട് മുതലേ ഇത് കളിച്ചിട്ടുണ്ടായിരുന്നോ? ഈ മംഗലം കളി കളിച്ചിട്ടുണ്ട്. ഒന്ന് പറയാമോ അനുഭവം? ഒന്ന് പറയാമോ? അനുഭവം പണ്ടത്തെ കാലത്ത് ഞാൻ ചെറുതായി കഴിഞ്ഞിട്ട് വയസ്സരിക്കുന്ന അതിനൊരു കല്യാണം ഉണ്ടാവും. മഞ്ഞൾ വെണ്ണം തേച്ച് കുളിപ്പിക്കും. അതിനുശേഷം കല്യാണത്തിനും ഉണ്ടാവും 3 ദിവസത്തെ കല്യാണം, പൊട്ടും പാട്ടും അങ്ങനെ ആയിട്ട്. പുങ്ങും കല്യാണം ഉണ്ടാവും. അതൊരു 7 ദിവസം മുമ്പേ തുടങ്ങും. ഈ മഞ്ഞൾ വെണ്ണലും കൂടി തേച്ച് കുളിപ്പിച്ച് ഓടി ഒട്ടിച്ചെല്ലാം കൊണ്ടുപോകും. അപ്പൊ നിങ്ങള് പുതിയ തലമുറയല്ലേ, അപ്പം ഈ മംഗലം കളി ഏറ്റെടുക്കാൻ എന്താ കാരണം? ഇത് ഇഷ്ടപ്പെടാൻ എന്താണ് കാരണം? അത് നമ്മുടെ സമുദായത്തിന്റെ തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം തൊട്ടാണ് കളിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത് ഇപ്രാവശ്യവും കൂടി കളിച്ചു. ഇനി അങ്ങോട്ട് തുടർന്നുകൊണ്ട് പോകാൻ ഇതാണ്. നമ്മുടെ പുതുതലമുറയൊക്കെ ഈ നാടൻ പാട്ടുകളും കലാരൂപങ്ങളൊക്കെ ഒരു മറന്നു വരുന്ന ഒരു ടൈമാണല്ലോ. അപ്പം സർ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും ഒരുപാട് കുട്ടികളെ പരിശീലിപ്പിച്ച് മുൻപിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് ഏറ്റെടുത്ത് ചെയ്യാൻ എന്താണ് കാരണം? ഓക്കെ, ഞാൻ ഏകദേശം കഴിഞ്ഞ 15 വർഷത്തിൽ ഏറെയായി നാടൻ കലാ പഠന രംഗത്ത് സജീവമാണ്. കഴിഞ്ഞ 10 വർഷത്തിന് ഉള്ളിലാണ് നാടൻ പാട്ടുകളും അതുപോലെ തന്നെ മംഗലകളെയൊക്കെ പരിശീലിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ്. കാരണം ഈ ഗോത്രകലകളൊക്കെ മറന്നു പോകേണ്ട, അല്ലെങ്കിൽ അത് അന്യം നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല നമ്മുടെ നാടൻ കലാകാരന്മാരും അതുപോലെ തന്നെ നമ്മുടെ സമുദായമൊക്കെ ചേർന്നുകൊണ്ട് ഇതിൻ്റെ കൃത്താർസിൽ ഇതിൻ്റെ രേഖകളൊക്കെ കൊടുത്ത് നമ്മൾ കലകൾ അന്യം നിന്ന് പോകാൻ പാടില്ല, കലോത്സവത്തിലും കൂടി നമ്മുടെ ഗോത്രകലകൾ വരണം എന്നുള്ള കാഴ്ചപ്പാട് നമ്മൾ ലെറ്ററൊക്കെ കൊടുത്തിട്ടാണ് കഴിഞ്ഞ വർഷം സർക്കാർ മംഗലം കളിയും അതുപോലെ തന്നെ വയനാട് ജില്ലയിലെ പ്രണയ നൃത്തം, ഇരുള നൃത്തം, അങ്ങനെയുള്ള കലാരൂപങ്ങൾ ഈ കലോത്സവത്തിൽ വന്നത്. അപ്പോൾ അത് തന്നെ ഒരു ഉദാഹരണമാണ്. കാരണം വെച്ചാൽ അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ഈ കലകൾ ഇനി നഷ്ടപ്പെടില്ല. തുടി സാംസ്കാരിക വേദി എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട്. അപ്പം അതിലെ സാറിനൊന്ന് നമുക്ക് പരിചയപ്പെടാം. തുടി സാംസ്കാരിക വേദി നമ്മൾ കാസർഗോഡ് ജില്ലയിലെ മാവിലൻ സമുദായത്തിൻ്റെ എംപ്ലോയീസ്, ഗവൺമെൻറ്റും അതുപോലെ സഹകരണ മേഖലകളിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കൂട്ടായ്മയാണ് തുടി സാംസ്കാരിക വേദി. അപ്പോൾ നമ്മൾ അന്യം നിന്ന് പോകുന്ന ഒരു കലയാണ്. നമ്മളെ സമുദായത്തിൻ്റെ ഇടകാലങ്ങളിൽ അവർ തലമുറകളായി കൈമാറിക്കൊണ്ട് വരുന്നൊരു കലയാണ് മംഗലം കളി. എന്ന് വെച്ചാൽ അതിന് നേരത്തെ എഴുത്തോ ഇതൊന്നുമില്ല, എഴുതി വെച്ച പാട്ടുകളോ അത് വെച്ചാൽ എഴുതി വെച്ച സ്റ്റെപ്പുകളോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഇത് വായ്ത്താരിയായി ഇങ്ങനെ മാറി മാറി കരിവളയിൽ എങ്കിൽ പെണ്ണ കടമ്പായ ചെറുമുണ്ടുടുത്ത് ചേലയും കുറ്റി മാലയും കെട്ടി കോടത്തെ നാട്ടിൽ പോരുമ്പോൾ ചേലയ്ക്കും മാലയ്ക്കും ചേറുവെള്ളം തെറിപ്പിക്കല്ലേ കുഞ്ഞു മണവാട്ടി പെണ്ണേ. രണ്ടാനാ ചെക്കി ചെറുമുണ്ടുടുത്ത് ചേലയും കുറ്റി മാലയും കെട്ടി കോടത്തെ നാട്ടിൽ പോകുമ്പോൾ ചേലയ്ക്കും മാലയ്ക്കും ചേറുവെള്ളം തെറിപ്പിക്കല്ലേ.